ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദസ്യം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവൈഹരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പന്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് ഭഗവത്ഗീത നമ്മള് സർവസംഘ പരിത്യാഗത്തെ കുറിച്ചാണ് ഭഗവാനിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. വസ്ത്രനൂൽ ഊടും പാവുമായിട്ട് വർത്തിക്കുന്നത് പോലെ ഒരു ജഗത്തിൽ ബോധരൂപനായിരിക്കുന്ന ഈശ്വരൻ ഊടും പാവുമായിട്ട് സ്ഥിതി ചെയ്യുന്നു. പണ്ടേയുള്ള ആ ഈശ്വരൻ തന്നെയാണ് ഈ സംസാര വൃക്ഷം എന്ന് പറയുന്നത്. കർമ്മരൂപമായ വൃക്ഷം ലൗകിക അനുഭവമാകുന്ന പൂവും മോക്ഷവുമാകുന്ന കായും പ്രദാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പുണ്യവും പാപവുമാണ് വൃക്ഷത്തിന്റെ വിത്തുകൾ. അസംഖ്യം പുണ്യപാപവാസനകളാണ് ഇതിന്റെ വേരുകൾ. സത്വരജ തമോ ഗുണങ്ങളാകുന്ന മായാഗുണങ്ങളാണ് ഇതിന്റെ മുളപ്പുകൾ. പഞ്ചഭൂതങ്ങളാണ് കവരങ്ങൾ. ശബ്ദസ്പർശ രൂപഗന്ധങ്ങളാണ് ഇതിന്റെ പൂക്കള്. മനസ്സുൾപ്പെടെയുള്ള 11 ഇന്ദ്രിയങ്ങൾ ആണ് ഇതിനെ ഉപശാഖകൾ ആയിട്ട് നയിക്കുന്നത്. ജീവനും പരമാത്മാവും ഈ വൃക്ഷത്തിൽ വസിക്കുന്ന പക്ഷികളാണ്. വാദപിത്ത കഫങ്ങളാണ് വൃക്ഷത്തിന്റെ തൊലികൾ. സുഖം ദുഃഖങ്ങളാണ് കായ്കൾ. സൂര്യമണ്ഡലം വരെ ഈ സംസാര വൃക്ഷം വ്യാപിച്ചു നിൽക്കുന്നു. കഴുകന്മാരെ പോലെ അലഞ്ഞു നടക്കുന്ന അജ്ഞന്മാർ ഇതിൽ നിന്നും ദുഃഖഫലം ഭക്ഷിക്കുന്നു. ഹംസങ്ങളെ പോലെ ജ്ഞാനികൾ സർവം ബ്രഹ്മമായി കണ്ട് ഇതിൽ നിന്ന് സുഖഫലം ആസ്വദിക്കുന്നു. ഈ മായാമയമായിരിക്കുന്ന വൃക്ഷത്തെ ബ്രഹ്മമായിട്ട് കാണുന്നയാൾ മാത്രമാണ് വേദതത്വം ഗ്രഹിച്ചയാൾ എന്ന് പറയാം. ഇപ്രകാരം ഗുരുപാസനയോ ഗുരു ശുശ്രൂഷയിലൂടെ നേടിയെടുത്ത ഏകഭക്തിയ അദ്വൈത ബ്രഹ്മഭാവനയിലൂടെ അഥവാ മൂർച്ച കൂട്ടിയ വിദ്യ കുഠാരേണ ജ്ഞാനമാകുന്ന കഠാര കൊണ്ട് വിവേകിയായിട്ട് ബ്രഹ്മഭാവന നിരന്തരമാക്കി ജീവോപാധിയെ രാഗദ്വേഷ വാസനാകോശം മുറിച്ചു മാറ്റണം. ആത്മാനം സമ്പദ്യതയെ സ്വരൂപ്യമായ ശുദ്ധബോധം തെളിഞ്ഞു കണ്ട് അത് അസ്ത്രം ത്യജ്യ എന്ന അവസ്ഥയുള്ളൂ. ഇപ്രകാരം ഗുരു ശുശ്രൂഷയിലൂടെ നേടിയെടുത്ത അദ്വൈത ബ്രഹ്മഭാവനയിലൂടെ മൂർച്ച കൂട്ടിയ ജ്ഞാനമാകുന്ന കഠാര കൊണ്ട് വിവേകിയായിരിക്കുന്ന ബ്രഹ്മഭാവന നിരന്തരമാക്കി ജീവോപാധിയെ രാഗദ്വേഷ വാസന കോശം മുറിച്ചു മാറ്റുക. സ്വരൂപമായിരിക്കുന്ന ശുദ്ധബോധം തെളിഞ്ഞ് കണ്ട് തുടർന്ന് ജ്ഞാനാഭ്യാസ രൂപമായിരിക്കുന്ന കഠാരയെ ഉപേക്ഷിക്കുക. ഇത് തന്നെയാണ് ഭഗവത്ഗീതയില് ഊർധമൂലം മതശാകം അശ്വത്ഥം പ്രാകുരമവ്യയം ചന്ദാസ്യ വർണ്ണാനീയസ്തം വേദസവേദവിത് അധശ്ചോർത്തം പ്രസദാസസ്യ ശാഖാ ഗുണപ്രവർത്താ വിഷയപ്രവാളക അധശ്ച മൂല്യാന്യനുസന്തതാനി കർമാനുബന്ധീന മനുഷ്യലോകേ ന രൂപമസ്യേകതതോപലഭ്യതേ നാന്തോ ന ചാതീർന്ന സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തതപദം തദ്പരിമാർഗതവ്യം യസ്മിൻ ഗതാനാം നിവർത്തന്തി ഭൂയഗ തമേവ ജാദ്യം പുരുഷം പ്രവർത്തേ സദാ പുരാണി. ഊർധമൂലത്തിരിക്കുന്ന ആ ബ്രഹ്മത്തിൽ നിന്ന് നമ്മളൊക്കെ കർമ്മബന്ധനങ്ങളെ കൊണ്ട് ഈ ഭൂമിയിൽ വന്ന് പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പൊട്ടിമുളിക്കുന്ന ഈ വടുവൃക്ഷത്തെ ജ്ഞാനമാകുന്ന ഖഡ്ഗം കൊണ്ട് മുറിക്കാൻ തന്നെയാണ് ഗീതയിലും ഭഗവാൻ പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെ ഉദ്ധവരോടും ഭഗവാൻ പറയുന്നത്. അത് വാക്കുകളിൽ ശലം മാറ്റം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഗുരുശിഷ്യയിലൂടെ നേടിയെടുത്ത അദ്വൈത ബ്രഹ്മഭാവന, ഇതാണ് യഥാർത്ഥത്തിൽ ബോധം എന്ന് പറയുന്നത്. നമ്മള് പല പ്രാവശ്യം ഗീത പഠിച്ചിട്ടാണെങ്കിൽ അദ്വൈതാം മനുഷ്യായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം,
ഭഗവാൻ തന്നെ നമ്മളെ അദ്വൈത അനുഭവമാക്കി തരുന്ന ശാസ്ത്രമാണ് ഗീതാശാസ്ത്രം. അത് അനുഭവത്തിൽ എത്തിയ ഒരാൾക്ക് മാത്രമേ ഈ ജ്ഞാനമാകുന്ന കഠാര കൊണ്ട് ഈ കർമ്മബന്ധനങ്ങളെ മുറിച്ചു മാറ്റാൻ സാധിക്കൂ. അപ്പോഴാണ് നമ്മളെ സൂക്ഷ്മ ശരീരത്തിൽ പോലും വാസനാബലം ഇല്ലാതിരിക്കണം. സൂക്ഷ്മ ശരീരത്തിൽ നമ്മൾ മരിക്കുമ്പോൾ കൊണ്ടുപോകുന്ന വാസനാബലം സഞ്ചിത കർമ്മം അത് എന്താ പറഞ്ഞേ ശേഖരിച്ച് ഡിപ്രസ് ചെയ്ത് കൂട്ടി വെച്ചിട്ടുണ്ടെന്നെങ്കിൽ അത് പോകുമ്പോൾ കൊണ്ടുപോകും സൂക്ഷ്മരൂപത്തില്. അത് പിന്നെ കാരണ ശരീരത്തിന് കാരണമായി ഭവിക്കും. അത് ഹേതുവായിക്കൊണ്ട് വീണ്ടും നമ്മള് ശരീരം എടുത്ത് വരേണ്ടി വരും. അപ്പം ഈ ജ്ഞാനമാകുന്ന ഖഡ്ഗം കൊണ്ട് ഈ കർമ്മബന്ധനങ്ങളെ അഥവാ വാസനാ ബലത്തെ പരിച്ഛേദമില്ലാതെയാക്കണം. ഇത് പറയാൻ എളുപ്പ, കേൾക്കാൻ എളുപ്പ. പക്ഷേ വാസനാബലം എന്തെങ്കിലുമൊക്കെ ആരും അറിയാത്ത രഹസ്യത്തിലായിട്ട് ആശയം കർമാശയമായിട്ട് ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ഏത് തരത്തിലും ശരീര സംബന്ധമായിട്ടോ ഇന്ദ്രിയങ്ങളായിട്ടോ ഭോഗസുഖങ്ങളുടെ വാസനാബലം പഴയത് കിടക്കുന്നുണ്ടാവും. ചില വാസനകളൊന്നും എത്ര തൂത്താലും പോവില്ല, എത്ര തേച്ച് കഴിയാനും പോവില്ല, ബ്രഹ്മജ്ഞാനിക്ക് വരെ പോവില്ല. ചില വാസനാബലമൊക്കെ എനിക്കും ഉണ്ട്, എത്രയായാലും പോവില്ല. എത്ര അത് ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചാലും നടക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അതിങ്ങനെ കർമാശയമായിട്ട് കിടക്കും. നമ്മളെ ഇടയ്ക്കിടയ്ക്ക് അത് ധ്യാനിക്കാനിരുന്നാൽ ചിലപ്പോൾ അതായിരിക്കും ധ്യാനിക്കുക. അപ്പൊ അതുകൊണ്ട് അതിനെ നിരന്തരം ശ്രമിക്കണം. അതിനാണ് അഭ്യാസം എന്ന് പറയുന്നത്. അഭ്യാസേന വൈരാഗ്യേണ, ഇതിനാണ് ശനൈ തുടരെ നമ്മൾ അതുകൊണ്ട് ശ്രമിച്ചാൽ അവരവർ വിചാരിച്ചാൽ മാത്രമേ ഈ വാസനാബലത്തെ മുറിച്ചു കളയാൻ പറ്റൂ. അത് മുറിച്ചു കളഞ്ഞാൽ അത് ജ്ഞാനം കൂട്ടണം. എത്ര പ്രാവശ്യം കേട്ടാലും അതൊക്കെ പുതിയതായിട്ട് കേൾക്കുന്ന പോലെ കേട്ടോണ്ട് നവമായിട്ട് കേട്ട് അത് ഉറയ്ക്കണം. അപ്പോഴേ ബാക്കിയുള്ളതൊന്നും ശരിയല്ല എന്ന് തോന്നുള്ളൂ. എന്തുറച്ചോ പിന്നെ മറ്റൊന്നിന്റെയും പിന്നാലെ പോവില്ല. അപ്പൊ അതുകൊണ്ട് അതാണ് ഭഗവാൻ ഭാഗവതത്തിലും ഉദ്ധവോപദേശത്തിൽ പറയുന്നത്. ജ്ഞാനമാകുന്ന ഖഡ്ഗം കൊണ്ട് ഈ വാസനാബലങ്ങളെ മുറിച്ചു മാറ്റൂ ഉദ്ധവ. സ്വരൂപമായ ശുദ്ധബോധം തെളിഞ്ഞു കണ്ട് തുടർന്ന് ജ്ഞാനാഭ്യാസ സ്വരൂപം. പിന്നെ കിട്ടിയാലും ജ്ഞാനാഭ്യാസം തുടരണം. എപ്പോഴാ മായ കയറി പിടിക്കുക? അപ്പൊ കയറി വന്ന മുളയിലെ നുള്ളിയേക്കണം. പിന്നെയും വാസനാബലം ചിലപ്പോൾ വരും. അതാണ് മായയുടെ പ്രയോഗം. മായ ഒരാളെ മോക്ഷത്തിൽ എത്താൻ സമ്മതിക്കാത്തൊരു സാധന. എത്ര ശ്രമിക്കുന്ന എപ്പോ അവസരം കിട്ടുന്ന കയറി പിടിക്കും. അതുകൊണ്ട് ജ്ഞാനാഭ്യാസ സ്വരൂപമായിരിക്കുന്ന ആ മായയെ ജയിച്ച് കഴിയുന്നവരെ ഈ കഠാര കൈക്കൊണ്ട് നടക്കണം. അത് മായയെ ജയിച്ചാൽ ആ ജ്ഞാനമാകുന്ന സ്വരൂപം അറിഞ്ഞാൽ ആ ബോധതലത്തിൽ നിന്നുകൊണ്ട് ഈ കഠാരെ ഉപേക്ഷിക്കാം എന്നാണ് ഭഗവാൻ പറയുന്നത്. തുടർന്ന് ആയത് ഉപേക്ഷിക്കാം എന്ന് ഭഗവാൻ പറഞ്ഞു. എപ്പോൾ ഉപേക്ഷിക്കാം? സ്വരൂപമായിരിക്കുന്ന ശുദ്ധ ബോധാനുഭവം സഹജമായി തീരുമ്പോൾ ഉപേക്ഷിക്കും. എപ്പോഴാണ് ഈ സ്വരൂപാനുഭവം സഹജമായി തീരുക? ജീവന്റെ ഉപാധിയായിരിക്കുന്ന രാഗദ്വേഷ വാസനാകോശം മുറിച്ചു മാറ്റപ്പെടുമ്പോൾ ജീവന്റെ സ്വരൂപം ശുദ്ധബോധമായിരിക്കുന്ന ബ്രഹ്മമാണെന്ന് അറിയും. ഭേദചിന്ത നിമിത്തമുണ്ടാകുന്ന രാഗദ്വേഷങ്ങൾ ബോധസ്വരൂപത്തെ ഒട്ടൊന്ന് മറിച്ചപ്പോഴാണ് ബ്രഹ്മത്തിന്റെ ജീവഭാവം വന്നു ചേർന്നതും. നമുക്കെങ്ങനെ ജീവാത്മാവായിട്ട് ബ്രഹ്മം തന്നെ ജീവാത്മഭാവം രൂപക്കൊണ്ടത് എങ്ങനെയാണെന്ന് പറയാണ്. ഭേദചിന്ത നിമിത്തമുണ്ടായ രാഗദ്വേഷങ്ങൾ, അതായത് ഇന്ദ്രിയ ഭോഗസുഖങ്ങളെ പറ്റിയുള്ള പ്രശ്നമാണ് രാഗദ്വേഷം എന്ന് പറയുന്നത്. ബോധസ്വരൂപത്തെ ഒട്ടൊന്ന് മറയ്ക്കും. ഒരു നിമിഷ നേരത്തേക്കാണെങ്കിലും ബോധരൂപത്തെ ഒന്ന് മറയ്ക്കുക എന്ന് പറഞ്ഞാൽ മറയ്ക്കുന്നത് മായ കൊണ്ടാ മറയ്ക്കുക. പിന്നെ ആ മറ മാറ്റാനാണ് പ്രശ്നം. അപ്പൊ ബ്രഹ്മത്തിന് ജീവഭാവം കഴിയുള്ളൂ. ഈ മറ വന്നോ അപ്പൊ ജീവഭാവം വരും. രാഗദ്വേഷം ആ മറ വന്ന് ചേർന്നതോടെ ബ്രഹ്മത്തിന്റെ തന്റെ സ്വരൂപം മറക്കും. നമ്മളൊക്കെ അങ്ങനെ ജനിച്ചവരാ. ഈ മറവിയാണ് അവിദ്യ എന്ന് പറയുന്നത്. അവിദ്യയിൽ സംഭവിച്ച ഈ ഭ്രമമാണ് ജീവത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് രാഗദ്വേഷ മറ മുറിച്ച് മാറ്റുക മാത്രമാണ് ഈ ജീവഭ്രമം മാറ്റാനുള്ള ഒരേ ഒരു വഴി. ഇതിനെന്താണ് മാർഗം? സർവം ബ്രഹ്മമയം മാറ്റാനുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞു. എന്താണ് മാർഗം?
സർവം ബ്രഹ്മമയം എന്ന ഓർമ്മ വിട്ടുപോകാതെ ശീലിക്കുന്നതാണ് നിരന്തരമായിരിക്കുന്ന ബ്രഹ്മഭാവന. തസ്മാ സർവേഷു കാലേഷു മാമനുസ്മര. ഇത് തന്നെയാണ് ഭഗവാനെ ബ്രഹ്മമായി കാണുക. എല്ലാം ഇപ്പോഴും എന്ത് ചെയ്താലും എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും അതൊക്കെ ബ്രഹ്മം കാണുന്നതും കേൾക്കുന്നതും എല്ലാം ബ്രഹ്മമായി കരുതണം. എല്ലാം എല്ലാ കാലത്തും തസ്മാ സർവേഷു. അതുകൊണ്ട് എല്ലാം ഇപ്പോഴും ജനിച്ചാൽ മരണം വരെ ഈശ്വര സ്മരണയോടെ ജീവിച്ചാൽ ബാക്കി സ്മരണയൊന്നും ഇല്ലാതെ ആകണം. അതിനാണ് ഈ പറയുന്ന സ്മരണ നിലനിർത്തൂ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ട് ഈശ്വര സ്മരണയിൽ ഈശ്വര കാര്യങ്ങൾ മാത്രം ചെയ്യാൻ സാധിക്കണം. ഇപ്പൊ ഞാൻ തന്നെ എല്ലാം വിട്ടിട്ട് കുടുംബവും കൂടിയും വീടും ഒക്കെ വിട്ടിട്ട് ഇവിടെ വന്നേക്കണേ എന്തിനാ? 24 മണിക്കൂറും പറ്റുമെങ്കിൽ ഈശ്വര സ്മരണയിൽ തന്നെ നിൽക്കാൻ നോക്കാം. അതിന് ആ ഈശ്വര കാര്യങ്ങൾ മാത്രം ചെയ്യാം. അപ്പൊ നിലനിൽക്കും കുറെയൊക്കെ. എന്നാലും ഇടയ്ക്ക് ഭൗതികമായിട്ട് ബന്ധമൊന്നുമില്ല. TV കാണില്ല, മറ്റ് പേപ്പറുകളോ ന്യൂസ് പേപ്പറോ ഒന്നും വരുത്തിക്കുന്നില്ല, ഒന്നും കാണുമില്ല. അതൊന്നും കാണേണ്ട ആവശ്യമില്ല. നെറ്റ് ഇൻഫർമേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം കേൾക്കാതിരിക്കാൻ കൂടെ ശ്രദ്ധിക്കും. അപ്പം 24 മണിക്കൂറും ആ ഭഗവാനെ പറ്റി ഇപ്പൊ ഒരു മഹത്തായ ഗീതാജ്ഞാന യജ്ഞം ആരംഭിക്കാൻ പോകുന്നുണ്ടെങ്കിലും അതും ഭഗവാന്റെ കാര്യമായതുകൊണ്ട് അതേപ്പറ്റി മാത്രം ഊണിലും ഉറക്കത്തിലും ഒക്കെ ചിന്ത. അപ്പം ആ ഈശ്വര സ്മരണ അങ്ങനെ നിലനിർത്താം. ഈശ്വര കാര്യങ്ങൾ ഈശ്വരൻ ചെയ്തിട്ടുള്ളൂ, ഈശ്വരൻ പറഞ്ഞിട്ടുള്ളൂ, ഇല്ല ഈശ്വരൻ കാണിച്ചു തന്ന മാർഗത്തെ നമ്മൾ എപ്രകാരം ചിട്ടപ്പടി അനുവർത്തിക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നതും ഈശ്വരനെ കീർത്തിക്കലും ഈശ്വര സ്മരണയും നിലനിർത്താൻ സഹായിക്കും. എപ്പോഴും ധ്യാനിച്ചും ജപിച്ചിരിക്കുക എന്നല്ല അർത്ഥം. അത് നമുക്ക് സാധിക്കില്ല. നമ്മൾ എന്ത് ചെയ്താലും ബോറടിക്കൂലോ. ഭഗവാൻ ഒരിക്കലും ബോറടിക്കില്ല. നമ്മുടെ പേര് ആവർത്തിച്ച് ഞാൻ പറയുന്നതാണ്. നമ്മുടെ പേര് നമ്മുടെ മക്കളായാലും ഇല്ലെ ഭാര്യ ആയാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ദേഷ്യം വന്നിട്ട് എന്തിനാ എങ്ങനെ വിളിക്കണേന്ന് ചോദിക്കും. അതേസമയം ഭഗവാനോ എത്ര ആൾക്കാരാണ് സഹസ്രനാമം കൊണ്ടൊക്കെ ജപിച്ചുകൊണ്ടേയിരിക്കാം. ഓരോരുത്തരും ഓരോ തരത്തിൽ അവരുടെ യുക്തിക്ക് ഭക്തിയുടെ പേരും പറഞ്ഞിട്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കുക. എത്ര പേരുടെ ആരുടെയൊക്കെ എവിടെ നിന്നൊക്കെ എത്ര നാമ ഭഗവാൻ കേട്ടോണ്ടിരിക്കുക. ഭഗവാൻ ബോറടിക്കുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് എത്ര മഹത്തായ ഒരു സഹനശക്തിയാണ് ഭഗവാനുള്ളതെന്ന് നോക്കണം. അതിൻ്റെ ഒരു അംശമെങ്കിലും നമുക്ക് കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഏകാംശേന സ്ഥിതോ ജഗത്ത് എന്ന് പറയുന്ന ഭഗവാൻ ഇത്രയൊക്കെ കേട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നാലും വേണ്ടില്ല, ഈ സഹയജ്ഞ ഭാവനയോടെ പ്രപഞ്ചത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിലൊന്നും ഒരു മാറ്റവും ഇല്ലാതെ സഹയജ്ഞ പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യത്വം വേഷഭോസ്തിട്ട കാമം, ആ ഈശ്വര ഭാവന തന്നെ നിലനിർത്തിക്കൊണ്ട് സഹയജ്ഞ ഭാവനയോടി ഒരു നിമിഷം പോലും ഒരു കൽപ്പാന്തവും ഇല്ല, ഒരു പ്രളയവും ഇല്ല, ഇതൊന്നും ഇല്ലാതെ അനവരതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സഹനശക്തി ബോറടിക്കാതെ ഒരേ കർമ്മം ആവർത്തിച്ച് നമുക്ക് ചെയ്താൽ നമുക്ക് ബോറടിക്കാൻ തുടങ്ങും. നമുക്ക് ജോലി ആഗ്രഹിച്ച് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കഷ്ടപ്പാടാ, എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാ നടക്കുക. കിട്ടിക്കറിഞ്ഞ് ഒരു അധികമൊന്നും വേണ്ട, 2-3 വർഷം കഴിഞ്ഞില്ല, 5 വർഷം കഴിഞ്ഞിട്ട് ഒരു വ്യക്തിയോട് ചോദിച്ചു തുടങ്ങും, ഈ ചെയ്ത ജോലി തന്നെ ഇങ്ങനെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിപ്പോ ഒരു ട്രെയിൻ യാത്രയില് ഒരു കണ്ണൂര് പ്രവർത്തിക്കുന്ന ഒരു പോലീസുകാരനെ കണ്ടു. അപ്പം തൊട്ടടുത്ത സീറ്റിലായിരുന്നേ. അപ്പം പരിചയപ്പെട്ട കൂട്ടത്തിൽ ചോദിച്ചു എങ്ങനെയുണ്ട് ജോലി. അപ്പൊ ഞാനിങ്ങനെ മിലിറ്ററിയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ ഇൻട്രസ്റ്റ് ആയി. അപ്പം പോലീസ് ജോലിയെ പറ്റി ചോദിച്ചു പറഞ്ഞു, എന്താ തിരുമേനി ചെയ്യാൻ, ഈ ചെയ്ത ജോലി തന്നെ ചെയ്ത് 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 ഇപ്പൊ തന്നെ മതിന്ന് തോന്നി തുടങ്ങി. ഇതാണ് ഈ ഭൗതികതയുടെ പ്രത്യേകത. എന്നാ ഭഗവാന് ഈ ചെയ്ത കാര്യം തന്നെ പുനരാവർത്തന വിധേയമായിട്ട് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കേണ്ട സഹയജനമാവട്ടെ. ആർക്കെല്ലാവർക്കും നിരീശ്വരവാദിയോ ഈശ്വരവാദിയോ യുക്തിവാദിയോ ഭക്തിവാദിയോ അന്ധവിശ്വാസിയോ ആയാലും വേണ്ടില്ല, ഇവർക്കൊക്കെ പ്രകൃത്യാ തന്നെ കാമധേനുവിനെ പോലെ അവർക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതൊക്കെ കൊടുത്തുകൊണ്ടല്ലേ ഇരിക്കണേ. നല്ലതിനും ചീത്തേനും ഒക്കെ എന്ത് കാര്യത്തിനും ഭഗവാനെ വിളിക്കുന്നവരും തൊട്ടേനും പിടിച്ചതിനും ഒക്കെ രാശി വെച്ച് നോക്കുന്നവരും ഏതൊക്കെ തരത്തിലാ ദേവഹിതം നോക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ തത്രപ്പെടുന്നത്. ഇവിടെ ഒന്നും ഭഗവാനും ആരോടും ഒരു പരാതിയും കുറ്റവും പറയാതെ, അതുകൊണ്ട് ആ ഒരു ഭാവന നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാനാണല്ലോ ഭഗവാൻ പറഞ്ഞത്.
ആ ഒരു അംശം നമുക്ക് കിട്ടിയാൽ മതി. നമുക്ക് അത്രയും പോലെ ഭഗവാന്റെ ഈ ഒരു സഹയജ്ഞ ഭാവന എന്ന് പറയുന്നത് പരസ്പര സഹവർത്തിത്വം എന്നൊക്കെ പറഞ്ഞാലും ആ ഭഗവാന്റെ ഒരു ഭാവനയുടെ ലക്ഷം കോടിക്കണക്കിന് അംശത്തിൽ ഒരംശമെങ്കിലും ഒരു നേരമെങ്കിലും നമുക്ക് കിട്ടിയാൽ മതി. നമ്മളൊരു മഹത്തായ കർമ്മത്തിന്റെ പാതയിലായി തീരും, യാതൊരു സംശയവുമില്ല. പക്ഷെ ആ ഭാവന നിലനിർത്തിക്കൊണ്ടാണ് നമ്മളോട് പ്രവർത്തിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി ആ ഭാവനയെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കണം. ദേവാൻ ഭാവയതാനേനതേ ദേവ ഭാവയദ്വാഹ പരസ്പരം ഭാവയന്തക ശ്രേയ പരമവാപ്സ്യതാൻ മഹാൻ പറഞ്ഞു. നമുക്ക് ശ്രേയസ്സേ വേണ്ട, പ്രേയസിന് വേണ്ടിയിട്ടായി ഓടി നടക്കണേ. ഈശ്വരനെ ഭജിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഭാവന അല്പമെങ്കിലും നമ്മൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും പ്രേയസിന് വേണ്ടിയിട്ടാ. ഈ ശരീരം തന്നെ പ്രേയസ. ഒരു ദേവാലയങ്ങളോ പ്രാർത്ഥനാലയങ്ങൾ പോലും ഏത് മനുഷ്യൻ ഉണ്ടാക്കി വെച്ച ഏത് ജാതി മതത്തിന്റെ ആലയങ്ങളാണെങ്കിലും അതിന്റെ പരമഗുരുവായിരുന്ന ആചാര്യന്മാര് മാർഗദർശനം കൊടുത്തിട്ടും ആ മാർഗങ്ങളെയെല്ലാം വ്യതിചലിച്ച് അത് തന്നെ അദ്ദേഹത്തിന്റെ മഹത്വത്തെ പോലും പ്രേയസിന് വേണ്ടിയിട്ടാ കൊണ്ടു നടക്കണം. ഇതിങ്ങനെ തുറന്നു പറഞ്ഞാൽ പോലും ആർക്കും പിടിക്കില്ല. ഞാനിപ്പം മഹത്തായ കർമ്മം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ക്ഷേത്രത്തിൽ വന്നിട്ട് വളരെ വിഷമിച്ച് കഴിഞ്ഞിരുന്ന ഒരവസ്ഥ എനിക്കറിയാം, ഈ ക്ഷേത്രത്തിന്റെ അവസ്ഥ. പക്ഷെ അവർക്കൊക്കെ ഇപ്പോഴും എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ പ്രേയസ് മതി, ശ്രേയസ് വേണ്ട. അപ്പൊ നമ്മുടെ ഒന്നും ആവശ്യമില്ല. ഈ പറയുന്ന ശ്രേയമാർഗം, ഞാൻ പറഞ്ഞ ശ്രേയമാർഗേ പറയൂ, പ്രേയമാർഗം ആർക്കും ഉപദേശിച്ചു കൊടുക്കുകയില്ല. അതുകൊണ്ട് അവിടെ നമുക്ക് പൂർണ്ണമായിട്ട് സ്ഥാനം നഷ്ടപ്പെട്ട അവസ്ഥയിലെത്തി. അതുകൊണ്ടാണ് ഇപ്പൊ ബ്രഹ്മസമാണത്തില് വച്ചുകൊണ്ട് ഇവിടെ പിന്നെ ആരും ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആരും പുറത്തുനിന്ന് ആരുമില്ല, നമുക്ക് സുഖമായിട്ട് ഭരിക്കാം. അപ്പൊ നമുക്ക് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ഏകാന്തമായിട്ട് ഭജിക്കാനുള്ള ഒരു അവസരം ഈ ബ്രഹ്മസമാണത്തിലേക്ക് ഭഗവാൻ എന്നെ പൂർണ്ണമായിട്ട് മാറ്റിച്ചു. 24 മണിക്കൂർ ഇവിടെ തന്നെ വസിക്കാം. ഒരു പ്രാവശ്യം ഇല്ലെങ്കിൽ വൈകുന്നേരവും 2 നേരം ഒരു അരമണിക്കൂറിനകം അമ്പലത്തിലൊന്ന് പോയി ദർശനം നടത്തിയിട്ട് വരും. ബാക്കി ഫുൾ ടൈം മഠത്തിൽ സ്വസ്ഥമായിട്ടിരിക്കാം. ഏകാന്ത ഭക്തി, അനന്യമായ ഭക്തിക്ക് അവസരം ഉണ്ടാക്കി തന്നിരിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്ത് സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. അത് മഹത്തായ ഒരു ആധ്യാത്മിക ആചാര്യൻ തന്നെ വന്നിട്ട് അത് വിളക്ക് കത്തിച്ചു തരും, യാതൊരു സംശയമില്ല. അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ അദ്ദേഹത്തെ കിട്ടുമൊന്നുമില്ല, പക്ഷേ എൻ്റെ പ്രാർത്ഥന കേട്ടു അദ്ദേഹം. അതേപ്പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഗ്രൂപ്പിൽ പറയും, അറിയിക്കാം. അതിലെല്ലാവരുടെയും പൂർണ്ണമായ മനസ്സുകൊണ്ടും തൻ മനസ്സേ സഹകരണവും എല്ലാവരുടെയും ഉണ്ടായിരിക്കണം എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. അപ്പം മഹത്തായ യജ്ഞത്തിന്റെ തുടക്കത്തിന് കുറച്ചു കാലം സ്വസ്ഥമായിട്ട് തസ്മാ സർവേഷു കാലേഷു മാ മനുസ്മര, എന്നിട്ട് കർമ്മത്തിലേക്ക് ഇറങ്ങുക. കർമ്മജ, എന്നെ സ്മരിച്ചുകൊണ്ട് ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഭഗവാനെ ഒരിക്കലും ഇത്രയധികം സഹനശക്തിയോടെ ഇരിക്കുന്ന ആ ഭഗവാന്റെ സഹനശക്തിയുടെ ഒരു അംശം നമുക്ക് കിട്ടിയാൽ നമുക്ക് മറ്റുള്ളവർ നമുക്ക് തുടക്കത്തിൽ ഈ ശരീരബോധം ഉള്ളപ്പം നമ്മൾ എന്തുദ്ദേശമാണ് ഒരു കാര്യം കുടുംബത്തിലായാലും പുറത്തും നിഷ്കളങ്കമായിട്ട് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ച് പ്രവർത്തിച്ചാൽ എന്ത് കാര്യം നല്ല കാര്യമാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിലും വേണ്ടില്ല, അത് മറ്റുള്ളവർ അതേ ആറ്റിറ്റ്യൂഡിൽ എടുക്കില്ല. അത് നമുക്ക് വിഷമം ഉണ്ടാക്കും, വേദന ഉണ്ടാക്കും, ദുഃഖത്തെ ഉണ്ടാക്കും. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും ഞാൻ കാംക്ഷയെ വിജയം കൃഷ്ണ നജാജ്യം സുഖാനിജാന്ന് അർജുനൻ പറഞ്ഞത്. നമ്മൾ എപ്പോഴും അങ്ങേറ്റത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ വരിക. മനുഷ്യന്റെ എല്ലാ കാര്യവും എക്സൈറ്റ്മെന്റ്, ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ മഹത്തായ ഒരു കാര്യം ചെയ്യണേ എന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്യുക. പക്ഷെ അതേപോലെ കർമ്മത്തിന്റെ ഗതി വിഗതികൾ കൊണ്ടോ ഇല്ലേ നമ്മളെ യഥാർത്ഥ മാർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടോ നമ്മളെ ചിലപ്പോ ഭഗവാൻ തന്നെ പ്രശ്നങ്ങളിൽ പെടുത്തും. കാരണം നമുക്ക് തുറന്ന വഴി കിട്ടിയാൽ നമ്മൾ അതിലേ പോവും. മാർഗം തടഞ്ഞാലല്ലേ മറ്റൊരു മാർഗം അന്വേഷിക്കുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ഭഗവാന്റെ ലീലകളിൽ തന്നെ പെടുന്നതാണ്. അത്തരത്തിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ സാധിച്ചാലേ നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ വിഷാദരോഗികളായിട്ട് മാറും. ഇല്ലേ എന്താ പറയണേ, നമുക്ക് ഇത്തരത്തിലൊക്കെ പെരുമാറ്റം ഉണ്ടാകുമ്പോൾ നമ്മളാരും ഇപ്പം എനിക്ക് വേണേ ഇവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കാമല്ലോ, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, നോക്കുന്നില്ല, ആരും വന്ന് അന്വേഷിക്കുന്നില്ല എന്നൊക്കെ വേണേ ചിന്തിക്കാമല്ലോ.
അതൊന്നുമല്ല. നമുക്ക് ഏകാന്തമായിട്ട് ഈശ്വരനെ ഭജിക്കാൻ ഇത്രയും നല്ലൊരു അവസരം ഇനി ഈ ജന്മത്തിൽ കിട്ടാൻ പോകുന്നില്ല. പുറത്തുനിന്ന് ആരും നമ്മളെ വിസിറ്റേഴ്സ് ആരും വരുന്നില്ല. സ്വസ്ഥമായിട്ടിരുന്ന് വീട്ടിലിരുന്നാൽ പോലും നമുക്ക് പേരക്കുട്ടി ഇല്ലേ, കുടുംബത്തിലുള്ളവരെ മറ്റു സുഹൃത്തുക്കള് ആരെങ്കിലുമൊക്കെ വരും. ഒന്നുമില്ലേലും പുറത്തുനിന്ന് ആരെങ്കിലും ഒക്കെ, ബിസിനസ്സുകാര്, ഈ മാർക്കറ്റിംഗ് ചെയ്യുന്നവര്, ധർമ്മക്കാര്, ഇങ്ങനെ പിരിവുകാര്, ഏതൊക്കെ തരത്തില് നമ്മൾ വീട്ടിലിരുന്നുണ്ടാവും. ഇവിടെ ആരുമില്ല, ആരും വരില്ല. ദൈവാധീനം കൊണ്ട് ഇവിടെ ഈശ്വരനെ ഭജിക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പം അത് ആർക്കും വേണ്ട. കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ ഇവരുദ്ദേശിക്കുന്നവല്ല പ്രയോഗമാർഗത്തിലേക്ക് സരിക്കുന്നവരാണെങ്കിൽ ഇഷ്ടം പോലെ ആള് വന്നേ. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. ഇനി എന്തെങ്കിലും തുടങ്ങിയാൽ തന്നെ ജ്ഞാനമല്ലാതെ, ശ്രേയോമാർഗമല്ലാതെ എൻ്റെ വായിൽ നിന്നോ ഇല്ല എൻ്റെ പ്രവൃത്തിയിൽ നിന്നോ ആർക്കും ലഭിക്കും. ശ്രേയസ്സല്ലാതെ ശ്രേയോമാർഗം, അതായത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ദേവാൻ ഭാവയതാനേന ദേ ദേവ ഭാവയന്തുവാഹ പരസ്പരം ഭാവയന്തക ശ്രേയം പരമവാപ്സ്യത എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരൊറ്റ മാർഗത്തിലായിരിക്കും ഒരു വർഷത്തെ യജ്ഞം ഇവിടെ നടക്കുക. അത് ഭഗവാന്റെ ജന്മവും കർമ്മവും താത്വികമായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർ പറഞ്ഞു കൊടുക്കുക. അവിടെ അവർക്ക് ആര് അത് സത്യയോടെ ഇന്ന് കേൾക്കുന്നോ അവർക്ക് ഈ സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തി കിട്ടും. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തഭാവം അനുഭവിക്കാൻ സാധിക്കുക. അതാണ് അദത്യ ജാസത്രം എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് അതിപരിപൂർണതയിൽ വന്നാൽ ഈ ജ്ഞാനമാകുന്ന ഖഡ്ഗത്തെ പോലും ഉപേക്ഷിക്കാം എന്നാണ് ഭഗവാൻ പറയുന്നത്. അതാണ് ഉത്തരഗീതയിലും പറഞ്ഞത്. ജ്ഞാനത്തെ പോലും ഒരു ഘട്ടത്തിൽ നമ്മൾ ഉപേക്ഷിക്കണം. അപ്പോഴാണ് ഈ സംസാര ബന്ധനത്തിൽ നിന്ന് ദേഹം ധരിച്ച് ഈശ്വരനിലേക്ക് എത്തണമെങ്കിൽ, ആ പരമമായയിലേക്ക് എത്താൻ ഇതിലൊന്നും അല്ലാതെ നിൽക്കുന്നത്. ഉപരിപ്ലവമായിട്ട് നിൽക്കുന്ന ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഈശ്വരനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആയുധം ഉപേക്ഷിക്കാം, തുടർന്ന് ആയുധം ഉപേക്ഷിക്കാം. എപ്പോൾ സ്വരൂപമായ ശുദ്ധബോധ അനുഭവം സഹജമായി തീരുമ്പോൾ, എപ്പോഴാണ് സ്വരൂപ അനുഭവം സഹജമായി തീരുക, അപ്പോൾ ഉപേക്ഷിക്കാം. ജീവന്റെ ഉപാധിയായിരിക്കുന്ന രാഗദ്വേഷ വാസനാകോശം മുറിച്ച് മാറ്റപ്പെടുമ്പോൾ ജീവന്റെ സ്വരൂപം ശുദ്ധബോധമായിരിക്കുന്ന ബ്രഹ്മമാണെന്ന് ഉറയ്ക്കും. ഭേദചിന്ത നിമിത്തമുണ്ടായ രാഗദ്വേഷങ്ങൾ ബോധസ്വരൂപത്തെ ഒട്ടൊന്ന് മറിച്ചപ്പോഴാണ് ബ്രഹ്മത്തിന് ജീവഭാവം വന്നു ചേരുന്നത്. എപ്പോഴാണ് നമുക്ക് ബ്രഹ്മമായിരുന്നു നമ്മൾ, ആ ബ്രഹ്മത്തിൽ നിന്ന് എപ്പോഴാണോ ഈ രാഗദ്വേഷാദികളെ കൊണ്ട് ആഗ്രഹം ജനിച്ചത്, അപ്പോൾ ബ്രഹ്മത്തിന് മറ വന്നു. അപ്പോൾ ജീവാത്മഭാവം രൂപം കൊണ്ടു. അപ്പൊ ജീവാത്മാവ് എങ്ങനെ കിട്ടി, എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ള സംശയത്തിന് ഉത്തരം ഇവിടെ ഭഗവാൻ പറയുന്നത്. നമ്മൾ ജീവഭാവം എങ്ങനെ കൈവന്നു? നമ്മളും ശരിക്കും ബ്രഹ്മമായിരുന്നു. അപ്പോൾ എപ്പോഴാണോ ആ ബ്രഹ്മഭാവത്തിൽ നിന്ന് രാഗദ്വേഷങ്ങൾക്ക് വശംവദനായിട്ട് ഈ ഒരു ആത്മാവ് മറയ്ക്കപ്പെടുന്നത്, അപ്പോൾ ജീവാത്മാഭാവം വരും. പിന്നെ 84 ലക്ഷം സർക്കിള് കടന്ന് മനുഷ്യ ജന്മത്തിലെത്തി വീണ്ടും റീകളക്ട് ചെയ്ത് ജ്ഞാനമാക ഖഡ്ഗം കൊണ്ട് ഈ ബോധരൂപത്തിലേക്ക് മറ മാറ്റി തിരിച്ചെത്തിയാലോ പിന്നെ ആയുധം ഉപേക്ഷിക്കാം. ജീവത്വം എന്ന് പറയുന്നത് അവിദ്യയിൽ നിന്ന് സംഭവിച്ച ഭ്രമമാണ്. അതുകൊണ്ട് രാഗദ്വേഷം മറ മുറിച്ച് മാറ്റുക മാത്രമാണ് ജീവഭ്രംശം മാറ്റാനുള്ള ഒരേ ഒരു വഴി. ഇതെന്താണ് മാർഗം? സർവം ബ്രഹ്മമെന്ന് ഓർമ്മ വിട്ടുപോകാതെ ശീലിക്കുക. നിരന്തരമായിരിക്കുന്ന ബ്രഹ്മഭാവന നിലനിർത്തുക. തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മര. അതും മറന്നു പോകുമ്പോഴൊക്കെ ആവർത്തിച്ച് ഉറപ്പിച്ചു കൊണ്ടേയിരിക്കണം. എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മര. ഊണിലും ഉറക്കത്തിലും നടപ്പിലും എടുപ്പിലും ഈശ്വര വിചാരത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നോ അപ്പോഴൊക്കെ. ഞാൻ നിങ്ങളോട് തുറന്നു പറയാമല്ലോ, ഞാനിപ്പോ മഠം വൃത്തിയാക്കുന്ന ജോലി പോലും പല കാര്യങ്ങളും ഇവിടെ ഇരുന്നിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഉറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു 3 മണിക്കൂറൊക്കെ ഇറങ്ങുള്ളൂ. പകല് തീരെ കിടക്കില്ല. അഥവാ കിടന്നാൽ തന്നെ ഒന്ന് മയക്കം. അത് കഴിഞ്ഞാൽ എഴുന്നേറ്റാൽ വീണ്ടും പ്രവർത്തന. അവിടെയൊക്കെ എന്റെ സ്മരണ ഈശ്വരനല്ലാതെ വേറൊന്നുമില്ല. ഭഗവാൻ ഗുരുവായൂരപ്പനെ സ്മരിച്ചുകൊണ്ട്
എന്ത് അടിച്ചു വാരിയാലും തുടച്ചാലും പെയിന്റ് അടിച്ചാലും ഇലക്ട്രീഷ്യന്റെ പണി ചെയ്താലും എന്തൊക്കെ ഇവിടെയൊക്കെ അത്യാവശ്യമുള്ളതൊക്കെ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ആരും വന്ന് ആരെങ്കിലും കണ്ടാ നന്നായല്ലോ, ഇതൊക്കെ ആരാ ചെയ്തേ? നെറ്റടിക്കലും വരെയും തൂക്കലും പാത്രം തേക്കലും ഭക്ഷണം ഉണ്ടാക്കലും കഴിക്കലും എല്ലാം പൂജയും ഒക്കെ ആരും സഹായിക്കാനില്ല. വേണ്ട, ഗുരുവായൂരപ്പനുണ്ടല്ലോ എന്നെ സഹായിക്കാൻ. അപ്പൊ എപ്പോഴും നമുക്ക് സ്മരണ നിലനിർത്താം. ഇതാണ് പ്രാക്ടിക്കൽ ഏകാന്ത ഭക്തി. തസ്മാ സർവേഷു. ഇതെന്നെ ബോധ്യം വരുത്താൻ വേണ്ടിയിട്ടാണ് മറ്റാരെ ഇവിടെ കയറ്റാതെ ഭഗവാൻ വേലി കെട്ടി വെച്ചേക്കുന്നത്. ഇതൊരു മാസമുള്ളൂ. 41 ദിവസം കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് കുറച്ച് ഒന്ന് ആക്റ്റീവ് ആവും. അപ്പൊ കുറച്ച് നമ്മൾ പുറത്തേക്ക് പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് ജപിക്കാന്ന് പറയുമ്പം ഒരു ക്ഷേത്രാങ്കണത്തിൽ ഇരുന്ന് ജപിക്കുന്നത് ശ്രേഷ്ഠമൊക്കെയാണ്. പക്ഷെ പലതരത്തിലുള്ള ഡിസ്റ്റൻസ് അവർക്കും ഉണ്ടാകും, നമുക്കും ഉണ്ടാകും. അതിൽ നിന്ന് ഭഗവാൻ വിടുതലുണ്ടാക്കി. അത് ഗുരുവായൂർ ഏകാദശി ദിവസം തന്നെ കൃത്യമായിട്ട് നീ ഇന്നത് ചെയ്താൽ മതി. അപ്പൊ കുറച്ചുകൂടെ 3 ദിവസം കൊണ്ട് ഡെവലപ്മെന്റ് ആണത്. ഞാനിപ്പോ പറഞ്ഞതൊക്കെ ഈ 2 ദിവസം കൊണ്ട്, അതായത് ഗുരുവായൂർ ഏകാദശി മുതൽ 2 ദിവസം കൊണ്ടുണ്ടായ അനുഭവമാണ്. ഇവിടെ എനിക്ക് സംതൃപ്തിയുണ്ട്. മറ്റേ അവിടെ പോയിട്ട് ചെന്ന് വന്നാൽ 2 നേരം ഇരുന്ന് ജപിച്ചിട്ട് വരും, പ്രദക്ഷിണം കുറെ വെക്കും, നാമം ജപിക്കും, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമുക്കൊരു ആത്മസംതൃപ്തി ഇല്ലായ്മ. ഇതാണ് അവിടെ ദൈവാധീനത്തിന്റെ കുറവ്. നമുക്ക് ദൈവാധീനം കുറഞ്ഞതെങ്ങനെ ഫീൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, നമ്മള് എവിടെ പോയിട്ട് എന്ത് ചെയ്താലും മനസ്സിൽ സംതൃപ്തി വരാതിരിക്കുക. ഇതാണ് ദൈവാധീനം ഇല്ലെങ്കിലത്തെ അവസ്ഥ. അതേസമയം ഇവിടെ 2 ദിവസം കൊണ്ട് അവിടെ കിട്ടാത്ത ഈ 21 ദിവസത്തോളം അവിടെ ഇരുന്ന് ഭജിച്ചിട്ട് കിട്ടാത്ത ആത്മസംതൃപ്തിയും ബലവും നമുക്ക് 2 ദിവസം കൊണ്ട് ലഭിച്ചു എന്ന് പറഞ്ഞാൽ, ഇവിടെയാണ് മറ നീക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഏതൊക്കെ തരത്തിലാണ് മറയിൽ പെടുക എന്ന് പറയില്ല. ആ മറയപ്പെടുമ്പോഴാണ് നമ്മൾ ഈ രാഗദ്വേഷാദികൾ, ആധ്യാത്മികതയിൽ പോലും ഉണ്ട് രാഗദ്വേഷാദികൾ. നമ്മൾ ഭൗതിക ഭോഗസുഖങ്ങൾ മാത്രമല്ല രാഗദ്വേഷാദികള്. നമ്മൾ ചെയ്യുന്നതൊക്കെ കേമായിട്ട് എല്ലാവരും അംഗീകരിക്കണം, വരണം, ഭക്തജനങ്ങൾ ഒരുപാട് വേണം, നമ്മളെ പൊക്കി പറയണം, ഇല്ലെങ്കിൽ രാമനായിട്ട് മാറുന്ന മറ്റാരും അറിയുന്നില്ലല്ലോ, ചോദിക്കുന്നില്ലല്ലോ, പറയുന്നില്ലല്ലോ എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റി കോംപ്ലക്സ് ഫീൽ ചെയ്യാൻ തുടങ്ങിയാൽ അത് ആത്മസംതൃപ്തി നഷ്ടപ്പെടും. അപ്പം ദൈവാധീനം എവിടെ നെഗറ്റീവ് എനർജി ഉണ്ടോ അവിടെ പോയിട്ട് നമ്മൾ ചെയ്താൽ ഇത് നമ്മളെ ബാധിക്കും. ഇതാണ് മറ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അറിയാതെ രാഗദ്വേഷങ്ങളിൽ പെടും. പിന്നെ പ്രതികരിക്കാൻ തുടങ്ങും. മറ്റുള്ളവരോട് ചിലപ്പോൾ അതേപ്പറ്റി സംസാരിച്ചു എന്നിരിക്കും. ഇങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മൾ സംസാര ബന്ധനത്തിലേക്ക് കൂടുതൽ കടക്കാനിട വരും. അപ്പൊ ഭഗവാൻ മനസ്സിലായി, ഇനി ഇവിടെ അനുഭവം ഇത് ഉണ്ടാക്കി കൊടുത്താലേ അവിടുന്ന് വിട്ടുപോരുള്ളൂ. നമ്മൾ അവിടെ ചെന്നാൽ സ്വീകരിക്കുകയും നമ്മളെ പരിഗണിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പോരില്ല. അപ്പൊ അവിടെ ഒരു വിടുതലുണ്ടാക്കി. എന്നിട്ട് ഇവിടെ ഏകാന്ത ഭക്തിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇതൊക്കെയാണ് എൻ്റെ ലക്ഷ്യമുണ്ടായിരുന്നത്. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് ഗുരുവായൂരപ്പൻ എത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് സർവസംഘ പരിത്യാഗി എന്ന് ഭഗവാൻ പറയുന്നത്. അപ്പം സർവം ബ്രഹ്മമയം എന്ന ഓർമ്മ വിട്ടുമാതാതെ അഭ്യാസം കൊണ്ട് ശീലിക്കുന്നതാണ് നിരന്തരമായിരിക്കുന്ന ബ്രഹ്മഭാവന. അത് മറന്നു പോകുമ്പോഴൊക്കെ ആവർത്തിച്ചുറപ്പിച്ചു കൊള്ളണം. ഈ അഭ്യാസം ബ്രഹ്മഭാവനയെ മൂർച്ച കൂട്ടാൻ സഹായിക്കും. സർവം ബ്രഹ്മമയം എന്ന് ഉറപ്പു വരുന്നതാണ് ജ്ഞാനം. ജ്ഞാനത്തിന് ഉറപ്പ് വരുന്നതാണ് മൂർച്ച കൂട്ടൽ. ജ്ഞാനം ഉറയ്ക്കും തോറും ഭേദചിന്തയും രാഗദ്വേഷയും വിട്ടകലും എല്ലാം വിട്ടകലും. ഇതാണ് രാഗദ്വേഷ വാസനാകോശത്തെ മുറിച്ചു മാറ്റാനുള്ള ഏക വഴി. ജ്ഞാനാഭ്യാസം ഒരു സാധനയാണ്. ജ്ഞാനം ലഭിച്ചാലും അതിനെ കൊണ്ട് കൃതകൃത്യമായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ജ്ഞാന അഭ്യാസം എന്ന് പറയുന്നത്. അതൊരു സാധനയായിട്ട് എടുക്കണം. അതുകൊണ്ട് നേടേണ്ട ലക്ഷ്യം ശുദ്ധബോധത്തിന്റെ സഹജാനുഭവമായിരിക്കണം. അവിടെയാണ് സഹയജ്ഞ ഭാവന, ഈശ്വരൻ ഉദ്ദേശിച്ച ഭാവന നമുക്ക് വരികയുള്ളൂ. ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ സാധനയുടെ ആവശ്യമില്ലല്ലോ. വീട്ടിലെത്തിയാൽ പിന്നെ വാഹനത്തിന്റെ ആവശ്യമില്ലാത്തതുപോലെ അതുകൊണ്ടാണ് ആയുധം ഉപേക്ഷിക്കാൻ ഭഗവാൻ പറയുന്നത്. ജ്ഞാനാഭ്യാസം പോലും ഇല്ലാത്ത ശുദ്ധബോധത്തിന്റെ സഹജ ഭാവന ഉണ്ടാക്കണം.
ആ സഹജ ഭാവനയുണ്ടാകണമെങ്കിൽ സഹജ അനുഭവം ഉണ്ടാകണം. പൂർണ്ണമായിരിക്കുന്ന ബ്രഹ്മനിഷ്ഠ അത് തന്നെയാണ് സത്യപ്രതിജ്ഞ അഥവാ മോക്ഷം എന്ന് പറയുന്നത്. സത്യപ്രജ്ഞത എന്നാണ് പറയാ. സ്ഥിതപ്രജ്ഞത അഥവാ ബുദ്ധിയെ ഉറപ്പിക്കുക ഈ അവസ്ഥയിലാണ്. ഉറയ്ക്കുന്നതും ഈ അവസ്ഥയിലായിരിക്കും. ആ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ ജ്ഞാനമാർഗത്തിൽ തന്നെ ഉറച്ച് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം നമുക്ക് ഇവിടെ സമർപ്പിക്കാം. അടുത്തത് 13-ാം അധ്യായം ഹംസഗീതയാണ്. അത് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായനമാർഗേണ മഹിം മഹീശാ ഗോ ബ്രാഹ്മണേഭ്യ ശുഭവന്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.